going on, going thing. Hello friends and welcome to another class by Daily English Classroom. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പലതരത്തിലുള്ള ബാർകോഡുകളുണ്ട്. ഈ ബാർകോഡുകൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ബാർകോഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഏത് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് സ്കാൻ ചെയ്യേണ്ടത്? ഏതാണ് ഏറ്റവും നല്ല ആപ്പ്? തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു ഫീച്ചർ നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നത്. മിക്കവാറും എല്ലാവരും ആൻഡ്രോയിഡ് ഫോണാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിലെ ആപ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുകയാണെങ്കിൽ ജസ്റ്റ് ബാർകോഡ് സ്കാനർ എന്നുള്ള അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് കാണാം. അതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പല പേജുകളിലും നിങ്ങൾക്ക് ഒരു പ്രത്യേക കോഡ് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഭാഗത്ത് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വീഡിയോസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്കുകളൊക്കെയാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ബാർകോഡിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അത് ഡീകോഡ് ചെയ്യണം. എന്താണ് ആ ബാർകോഡിലുള്ള കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ബാർകോഡിനുള്ളിൽ വേണമെങ്കിൽ ഒരു ചിത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഒരു വാട്സപ്പിൻ്റെ ലിങ്ക്, അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും നമുക്കിങ്ങനെ ഒരു പ്രത്യേക കോഡ് രൂപത്തിലാക്കി ബാർകോഡാക്കിയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് എങ്ങനെയുള്ള ബാർകോഡുകളാണ്? നമ്മുടെ പാഠഭാഗവുമായി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാഠം എടുക്കുകയാണെങ്കിൽ ആ പാഠം എഴുതിയ ആളെക്കുറിച്ച് പറയുന്ന അവിടെ വലതുവശത്തായിട്ടൊരു ബാർകോഡ് കാണുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കിട്ടും. ആ അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ആ അഡ്രസ്സിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആ ഒരു റിസോഴ്സ്, നിങ്ങൾക്ക് ആ പാഠവുമായി ബന്ധപ്പെട്ട റിസോഴ്സ് ആ ഒരു പേജിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ബാർകോഡുകളും ദീക്ഷ എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്കാൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കോഡുകൾ കാണാം. പല പേജിൻ്റെയും സൈഡിലായിട്ട് ഇതുപോലെയുള്ള കോഡുകൾ കാണാം. ഇത്തരം കോഡുകളെയാണ് നമ്മൾ QR കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രത്യേക വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലുണ്ടാവുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഇത്തരത്തിലുള്ള QR കോഡുകൾ സ്കാൻ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോവുക. ആൻഡ്രോയിഡ് ഫോണിൻ്റെ പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് പോവുക. അവിടെ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു സെക്ഷനാണ്. അവിടെ നമ്മൾ ബാർകോഡ് സ്കാനർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാർകോഡ് സ്കാനർ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ബാർകോഡും QR കോഡും ഒക്കെ രണ്ടും സ്കാൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ആപ്പുകൾ കാണാം. ഇതിലേത് ആപ്പ് എടുത്താലും നമുക്ക് കാര്യങ്ങൾ നടക്കും. അപ്പം ഞാനിവിടെ റേറ്റിംഗ് നോക്കിയിട്ട് കുറച്ചുകൂടി റേറ്റിംഗ് വരുന്ന ഒരു ആപ്പ്, കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്പാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. QR കോഡ് റീഡർ ആൻഡ് ബാർകോഡ് സ്കാനർ ഫ്രീ എന്ന് പറയുന്ന ഒരു ആപ്പ് ഇവിടെ കാണാം. 2021 എന്നൊക്കെ എഴുതിയത്. അപ്പോൾ ഈ ഒരു ആപ്പ്, അതിൽ QR കോഡ് തന്നെയാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നതാണ് ബാർകോഡ്. രണ്ടും കോഡിങ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആപ്പിൽ നമുക്ക് ബാർകോഡും അതുപോലെ QR കോഡും സ്കാൻ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ആവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ചെറിയ ഒരു ആപ്പാണ്, അധികം സൈസൊന്നുമുള്ള ഒരു ആപ്പല്ല. അപ്പോൾ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡായി ഇൻസ്റ്റാളായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഓപ്പൺ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ 2
കാര്യങ്ങൾ കാണിക്കും. ഒന്ന് സ്കാൻ യൂസിങ് ക്യാമറ, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈ ബാർകോഡ് സ്കാൻ ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ അതിൻ്റെ താഴെയായി സ്കാൻ ഇമേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബാർകോഡിൻ്റെയോ QR കോഡിൻ്റെയോ ചിത്രം കയ്യിലുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ബാർകോഡും QR കോഡും സ്കാൻ ചെയ്യാൻ കഴിയും. ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിലുള്ള QR കോഡുകളാണുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പല ഭാഗത്തും പല ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സൈഡിലായിട്ട് ഈ ഇത്തരം QR കോഡുകൾ കാണാം. അപ്പോൾ നമ്മൾ ക്യാമറ എടുക്കുക. ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മൾ പെർമിഷൻ കൊടുക്കണം ക്യാമറ ഉപയോഗിക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ ആ ആക്ടിവിറ്റിയിലേക്ക് ജസ്റ്റ് ഫോണൊന്ന് കാണിക്കുക. അപ്പോൾ ആ ഒരു ലിങ്ക് ആയിരിക്കും അതിലുണ്ട്. ആ ലിങ്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ആ ലിങ്കിൽ നിന്ന് നമുക്ക് ഓപ്പൺ ദ ലിങ്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇവിടെ 9ാം ക്ലാസ്സിലെ ആ ഒരു കമൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മത്സരത്തിൻ്റെ ആ ഒരു ആക്ടിവിറ്റിയുടെ സൈഡിലുള്ള ലിങ്കിലാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു പേജിലേക്ക് പോയി. അവിടെ വെച്ച് നമ്മളത് കണ്ടു. ഇനി 10ാം ക്ലാസ്സിലെ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ, അവിടെ റസ്കിൻ ബോണ്ടിൻ്റെ പ്രൊഫൈലിൻ്റെ അവിടെ ഈ കോഡ് കാണാം. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ലിങ്ക് കിട്ടും. ആ ഒരു സൈറ്റിലേക്ക് പോവുക. അപ്പോൾ നമുക്കവിടെ പ്രൊഫൈൽ ഓഫ് ദ റൈറ്റർ റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന നിങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു വീഡിയോ നമുക്കവിടെ കാണാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള QR കോഡുകൾ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു കോഡ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കോഡ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ആ ഒരു വാട്സപ്പിൻ്റെ ഇൻവൈറ്റ് ലിങ്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ നേരെ ആ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് എത്തുക. ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനും കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മറ്റുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്കും വീഡിയോസും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്